സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ടെലിവിഷനിൽ കാണുന്നതായ ഇമെയിൽ അഡ്രസ്സ് രേഖപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകളും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വളരെ സന്തോഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ മറ്റൊരു ക്രിസ്തുമസ് ആഘോഷ സമയത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർമ്മിക്കുന്നതായ ആഘോഷങ്ങൾ നടക്കുന്നതായ വേളയിലാണ്. അതുകൊണ്ട് ഈ മാസം മുഴുവനും ക്രിസ്തുമസിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ മാത്രം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു തീമിൽ നിന്നുകൊണ്ട്. അതായത് ക്രിസ്തുമസിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഇതിനെക്കുറിച്ച് 4 സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. സാധാരണമായിട്ട് ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ പറയുന്നത് കൂടുതലായിട്ടും ഇടയന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ വിദ്വാൻമാരെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും തുടങ്ങിയുള്ളതായ കാര്യങ്ങളായിരിക്കും. അവയെല്ലാം നല്ല സന്ദേശങ്ങളാണ്. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്രത്യേകമായൊരു സന്ദേശമാണ്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് തന്നെ ലോക ചരിത്രത്തിലുണ്ടായ വലിയ ഒരു ആഘോഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ളതായ വരവ്, അത് മനുഷ്യനെ തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി. യേശു കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഒരുപാട് വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ 1:14 നിന്നാണ്. അവിടെ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നു ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാനിലൂടെ പറയുകയാണ്, വചനം ജഡമായി തീർന്നു, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവനിൽ അവൻ്റെ തേജസ്സിനെ കണ്ടു. ലോകത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് അതുപോലെ അവൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വചനമാണ് ഇപ്പോൾ നമ്മൾ വായിക്കാനിടയായത്. യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വചനമാണ്. അതായത് അവൻ ദൈവമാണ്. വചനമാകുന്ന ദൈവം, അവൻ യേശുക്രിസ്തുവായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ രക്ഷകനായിട്ട്, കർത്താവായിട്ട്. ഇപ്പോൾ യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? യേശുക്രിസ്തു സത്യദൈവമാണെന്ന് ബൈബിളിൽ നമുക്ക് ഒരുപാട് വചനങ്ങളിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജനനം അത് പാപം ഇല്ലാത്ത ജനനം ആയിരുന്നു. ശ്രദ്ധിക്കാം, ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ബന്ധത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയല്ല യേശു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. കന്യകയായ മറിയയിൽ ഉരുവായവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, യേശുക്രിസ്തു അവനെക്കുറിച്ച് തന്നെ വചനങ്ങളിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എന്നിൽ പാപം കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുക്രിസ്തുവിൽ പാപം ഇല്ലായിരുന്നു. അതാണ് അവൻ ദൈവമാണെന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. ഒരു പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവമാകാൻ കഴിയില്ല. യേശു കർത്താവ് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാനിടയായി. അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നിൽ പാപം കണ്ടുപിടിക്കുവാൻ കഴിയുമോ? അതാകുന്നു യേശു ദൈവമാണെന്നുള്ളതിൻ്റെ 2ാമത്തെ തെളിവ്. 3, യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ സകല ദൈവികത്വ ഭാവവും വെളിപ്പെടുത്തി. സ്നേഹവും സൗമ്യതയും താഴ്മയും ക്ഷമയുമെല്ലാം കാണുവാനായിട്ട് കഴിയും. അവൻ്റെ ജീവിതത്തിൽ ഉടനീളം നോക്കുമ്പോൾ ദൈവത്തിൽ ഉണ്ടായിരിക്കുന്നതായ സകല സ്വഭാവങ്ങളും, അതായത് സ്നേഹവും ദയയും കാരുണ്യവും എല്ലാം തന്നെ അവൻ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി. അടുത്ത വിഷയം, 4ാമത്തെ വിഷയം, യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരം. ഒരു സന്ദർഭത്തിൽ യേശുക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി വലിയൊരു മലയിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. അതായത് ദൈവത്തിൻ്റെ ആ ശക്തി അവനിൽ വെളിപ്പെടാനിടയായി. അവനിൽ വെളിപ്പെട്ടതായ ദൈവ തേജസ് കണ്ട ശിഷ്യന്മാർ തിരിച്ചറിയുവാനിടയായി. അതിനുശേഷമുള്ള മറ്റൊരു ശ്രേഷ്ഠമായ തെളിവ്, മറ്റൊരു തെളിവിതാണ് അവൻ്റെ ക്രൂശിലെ മരണം. അതാണ് യേശുക്രിസ്തു ഈ ലോകത്തിലെ സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ ഫലമായി ക്രൂശുമരണം അനുഭവിച്ചു.
അവൻ മാനവരാശിയുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട്, പാപത്തിൻ്റെ മറുവിലയായിട്ടായിരുന്നു അന്ന് ക്രൂശിൽ മരിക്കുവാനിടയായത്. അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കാൽവരി ക്രൂശിൽ അനുഭവിച്ചതായ ആ ക്രൂശ് മരണം നിമിത്തം സകലതും നിവൃത്തിയാകുവാൻ ഇടയായി എന്ന് കാണുന്നു. അവിടെ നോക്കുമ്പോൾ പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്തതിനു ശേഷം, സകലതും നിവൃത്തി ആയതിനു ശേഷം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യത്തെ ഫലം യേശുക്രിസ്തുവാണ്. ഇപ്പോൾ ഈ അത്ഭുതകരമായ സകല തെളിവുകളും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, യേശുക്രിസ്തു വാസ്തവമായിട്ടും ദൈവമാകുന്നു. അവൻ രക്ഷകനാണ്, അതുപോലെ അവൻ മിശിഹായാണ്. മാനവരാശിയുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് ഇനിയും ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ദൈവമായിരുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായത്? ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വചനങ്ങളുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ശ്രദ്ധിക്കാം, അവൻ മനുഷ്യനു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനായിരുന്നു വന്നത്. ദൈവത്തിൻ്റെ ജീവനായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. മനോഹരമായ അത്ഭുതകരമായ ജീവൻ. എത്ര അത്ഭുതകരമായ വചനമാണിത്! അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യന് വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങി വരാനിടയായി. അവനിൽ കൂടി നമ്മുടെ ജീവിതത്തിലും വെളിച്ചമുണ്ടായി. എങ്ങനെയാണ്? യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് അവനിലുള്ള വെളിച്ചം നമ്മിലേക്കും കടന്നു വരുന്നു. നമ്മൾ ഒരുപാട് കാലമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. എന്നാൽ നമ്മോട് തന്നെ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുക. എല്ലാവരും സ്വയം ചോദിക്കുക, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു, എന്നാൽ കർത്താവിലുള്ളതായ ആ യഥാർത്ഥമായ ജീവനെ പ്രാപിച്ചെടുത്തവർ എത്ര പേരുണ്ട്? അത് ഈ ഭൂമിയിലും അതുപോലെ നിത്യജീവനിലും. അതാണ് ഈ ക്രിസ്മസിൽ ചിന്തിക്കേണ്ടത്. യേശുക്രിസ്തുവിൽ ജീവനുണ്ട്. ആ ജീവൻ, സമൃദ്ധിയായ ജീവൻ നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ നിത്യജീവന് വേണ്ടി അത് പകരപ്പെട്ടിട്ടുണ്ടോ? ഈ സന്ദേശത്തിൻ്റെ സീരിയലിൽ കൂടി ഞാൻ പറയുന്നത് യേശുക്രിസ്തുവിലുള്ളതായ ജീവനെക്കുറിച്ചാണ്, ആ ജീവൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ 4 വ്യത്യസ്തമായ ജീവനുകൾ നമ്മിലേക്ക് വന്നു. അവയെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. യേശുക്രിസ്തുവിലുള്ള ജീവനെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിലുള്ളതായ സമൃദ്ധമായ ജീവൻ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോഴും സ്വർഗത്തിലും അതുപോലെ അനുഭവിക്കേണ്ടതാണ്. രണ്ടാമത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ളതായ ആത്മീയ ജീവൻ അനുഭവിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ യേശുക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിജയകരമായ ജീവിതം അനുഭവിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, അവസാനമായിട്ട് നമ്മളെല്ലാവരും ഒരു ദിവസം യേശുക്രിസ്തുവിനോടൊപ്പം ആ നിത്യജീവനിൽ പ്രവേശിക്കേണ്ടവരാണ്. യേശുക്രിസ്തുവിൽ കൂടിയുള്ള അത്ഭുതകരമായ 4 ജീവനുകൾ: സമൃദ്ധമായ ജീവിതം, ആത്മീയമായ ജീവിതം, വിജയകരമായ ജീവിതം, നിത്യമായ ജീവിതം. ഇതിനെക്കുറിച്ചുള്ള ഒരു ദൃഷ്ടാന്തം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ ക്രിസ്തുമസ് ആഘോഷിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ അവൻ്റെ മാതാവും പിതാവും അവന് നഷ്ടമായിരുന്നു. അവൻ്റെ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്നു അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അവനൊരു സമ്പന്നനായ മകനായിരുന്നു. ആ വീട്ടിലെ വേലക്കാർ അവന് വേണ്ടതായ സകലതും ഒരുക്കിക്കൊടുത്തു. ക്രിസ്മസിൻ്റെ ദിനത്തിൽ മനോഹരമായ ട്രീയും ബലൂൺസും അലങ്കാര വസ്തുക്കളുമെല്ലാം കൊടുത്തു. എന്നാൽ ആ ആൺകുട്ടി അപ്പോൾ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുഖം മ്ലാനമായിരുന്നു, ദുഃഖത്താൽ നിറഞ്ഞിരുന്നു, മുഖം വാടിയിരുന്നു. അത് കണ്ടതായ അവൻ്റെ മാനേജർ അവനോട് ചോദിച്ചു, മകനേ, നിനക്ക് വേണ്ട സകലതും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാൽ നീ ദുഃഖിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണമെന്താണ്? ആ ആൺകുട്ടി അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം നഷ്ടമായിട്ടുണ്ട്. മാനേജർ ചോദിച്ചു, എന്താണത്? കുട്ടി പറയുകയാണ്, ആ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ പിതാവിനെ എനിക്ക് വേണം. അദ്ദേഹം എന്നോടൊപ്പം ഇവിടെ വന്നിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എന്നോടൊപ്പം ജീവിക്കണം. അതാണ് ദുഃഖത്തിൻ്റെ കാരണം. എത്ര അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമാകുന്നു ഇത്. എന്നാൽ നിർഭാഗ്യവശാൽ അവൻ്റെ പിതാവിന് ഇനി മടങ്ങി വരുവാൻ കഴിയില്ല. എന്നാൽ നമുക്കൊരു കർത്താവുണ്ട്.
അവൻ രക്ഷകനാണ്, മിശിഹായാണ്. നമുക്കാവശ്യമായ സകലതും നൽകുവാൻ കഴിവുള്ള അത്ഭുതവാനായ ദൈവമാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ യാതൊരു കുറവും വരുത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൽ കൂടി മനസ്സിലാക്കണം, ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ 4 തരത്തിലുള്ള ജീവനുകൾ എന്താണെന്ന്. ആ 4 അത്ഭുതകരമായ ജീവനുകളെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കട്ടെ. നമ്പർ 1, യേശു നമുക്ക് ഭൂമിയിലും സ്വർഗത്തിലും സമൃദ്ധമായ ജീവനുകൾ നൽകുന്നു. നമ്പർ 2, യേശുക്രിസ്തു നമുക്ക് ഇവിടെയും സ്വർഗത്തിലും ആത്മീയ ജീവൻ തരുന്നു. നമ്പർ 3, യേശുക്രിസ്തു ഇവിടെയും സ്വർഗത്തിലും നമുക്ക് വിജയകരമായ ജീവൻ നൽകുന്നു. അവസാനമായി യേശുക്രിസ്തു നമുക്ക് സ്വർഗത്തിൽ നിത്യജീവനും തരുന്നു. വിശദമാക്കാം. ഈ സന്ദേശത്തിൽ കൂടി ഒന്നാമതായി ദൈവം നമുക്ക് നൽകുന്നതായ ആ ജീവനെക്കുറിച്ച്, രക്ഷകന്റെ ജീവനെക്കുറിച്ച് പറയട്ടെ. യേശുക്രിസ്തു ഇവിടെയും സ്വർഗത്തിലും നമുക്ക് അവന്റെ സമൃദ്ധമായ ജീവിതം നൽകുന്നുണ്ട്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ് അവൻ വന്നതിൻ്റെ ഉദ്ദേശം? അവൻ്റെ സമൃദ്ധമായ ജീവൻ നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവൻ വന്നത്. സമൃദ്ധമായ ഈ ജീവൻ ആർക്കാണോ വേണ്ടത്, അവർ ചെയ്യേണ്ടതായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കണം. അതുപോലെ യേശുവിനായി അവരുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോഴെന്തു സംഭവിക്കും? ആ നല്ല ഇടയനായിരിക്കുന്ന യേശു കർത്താവ് നമുക്ക് സമൃദ്ധമായ ജീവന്റെ അനുഭവത്തെ നൽകും. ഈ സമൃദ്ധമായ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് ആദ്യം ഏദൻ തോട്ടത്തിലേക്ക് പോകേണ്ടി വരും. നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ദൈവം ആദമിനെ സൃഷ്ടിക്കാനിടയായത്? എന്തുകൊണ്ടാണ് ആദമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 1:22 വാക്യം. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു. 2 കാര്യത്തിലാണ് അവരെ ദൈവം അനുഗ്രഹിച്ചത്. 1, നിങ്ങൾക്ക് വർധനവുണ്ടാകുക. 2, നിങ്ങൾ പെരുകുക. അർത്ഥമെന്താണ്? സന്തതികൾ ഉണ്ടാകി പെരുകുക എന്നാണ്. സമൃദ്ധിയാവുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ആദമിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതി. അപ്പോൾ ആദം ജീവനുള്ളതായ ഒരു ദേഹിയായിട്ട് മാറുവാൻ ഇടയായി. അവന് ജീവനുണ്ടായി, പൂർണ്ണമായ ജീവനുണ്ടായി. എന്തിനായിരുന്നു? അവർ സമൃദ്ധിയായി പെരുകുവാനായിട്ട്. ദൈവത്തിൻ്റെ ജീവൻ ആദമിലേക്കും ഹൗവയിലേക്കും വന്നതിന് ശേഷം അവർ വീഴുന്നതിന് മുൻപ് അവർക്ക് സമൃദ്ധിയായ ജീവനുണ്ടായിരുന്നു. ഒന്നാമത് ഭൗതികമായിട്ടുള്ള ജീവൻ. അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നോ? ഇല്ല. എന്തെങ്കിലും ദുഃഖമുണ്ടായിരുന്നോ? ഇല്ല. എന്തെങ്കിലും ബലഹീനതകളുണ്ടായിരുന്നോ? ഇല്ല. 100% ഭൗതികമായ ജീവിതം. രണ്ടാമത് 100% പെർഫെക്റ്റായിട്ടുള്ള മാനസികമായ ജീവൻ. നല്ല മാനസിക ആരോഗ്യം അവർക്കുണ്ടായിരുന്നു. അവർക്ക് യാതൊരു വിധമായ നിരാശയോ ഭയമോ വേദനയോ ദുഃഖമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. 100% പെർഫെക്റ്റായിട്ടുള്ളതായ മാനസിക ആരോഗ്യമുള്ളതായ ജീവൻ. മൂന്നാമതായി 100% ആത്മീയ ജീവിതം, പെർഫെക്റ്റായിട്ടുള്ള ജീവിതം. ഭൗതികത്തിൽ സമൃദ്ധിയായ ജീവിതം, ആത്മീയതയിൽ സമൃദ്ധിയായ ജീവിതം, വൈകാരികമായി സമൃദ്ധിയായ ജീവിതം. ഇതെങ്ങനെയാണ് അവർക്ക് സാധിച്ചെടുത്തത്? അവരെപ്പോഴും കർത്താവുമായിട്ട് ഒരു ബന്ധത്തിൽ മുന്നേറി. നല്ലൊരു കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സ്നേഹം അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അവർ സന്തോഷിക്കാനിടയായി, ആനന്ദിക്കുവാൻ ഇടയായി. അതായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനത്തിന് കാരണമായ ആ ജീവൻ. അങ്ങനെ അവർക്ക് ഭൗതികമായും ആത്മീയമായും മാനസികമായും സമൃദ്ധമായ ജീവിതം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ശേഷം എന്തുണ്ടായി? അവർ പാപത്തിൽ വീഴാനിടയായി.
അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ സമൃദ്ധി ഈ 3 മേഖലകളിലും അനുഭവിച്ചപ്പോൾ അത് പിന്നീട് നഷ്ടമാകാനിടയായി. ഭൗതികമായും മാനസികമായും ആത്മീയമായും അവർ ബലഹീനരായി. ഭൗതികമായി നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആത്മീയമായിട്ടും മാനസികമായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അതിനുശേഷം ദൈവം എന്താണ് പറഞ്ഞത്? എനിക്ക് ഇവരെ തിരികെ കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ്? ആദമിൽ കൂടിയും ഹവയിൽ കൂടിയും നഷ്ടമായതായ സമൃദ്ധമായ ജീവിതം ഇവർക്ക് തിരികെ കൊടുക്കുവാൻ. എത്ര അത്ഭുതകരമാണ്! അതായിരുന്നു യേശു കർത്താവ് ചെയ്തത്. അവൻ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തു. അവൻ സമൃദ്ധമായ ആത്മീയ ഭൗതികമായ ജീവനുകൾ ജനത്തിന് കൊടുത്തു. അനേകരെ സൗഖ്യപ്പെടുത്തി, അനേകർക്ക് രൂപാന്തരം വരുത്തി, അനേകരെ ആശ്വസിപ്പിച്ചു. രണ്ടാമതായിട്ട് അവൻ അനേകർക്ക് മാനസികമായ ആരോഗ്യം കൊടുത്തു. എത്രയോ ആളുകളെ അവൻ ആശ്വസിപ്പിക്കുവാനിടയായിട്ടുണ്ട്. അനേകരുടെ കണ്ണുനീർ തുടച്ചു, അനേകരെ ബലപ്പെടുത്തി, അനേകർക്ക് മാനസികമായ സമാധാനത്തെയും സന്തോഷത്തെയും അവൻ്റെ ശുശ്രൂഷകളിൽ കൂടി അവൻ കൊടുക്കുവാനിടയായിട്ടുണ്ട്. അതിനുശേഷം ആത്മീയതയിലുള്ള സമൃദ്ധി കൊടുത്തു. അനേകർക്കവൻ രക്ഷ കൊടുത്തു, മാനസാന്തരം കൊടുത്തു. യേശുക്രിസ്തുവിൽ കൂടി അകന്നുപോയിരുന്നതായ മാനവരാശി തിരികെ വരുവാനിടയായി, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനിടയായി. അവർക്ക് നഷ്ടപ്പെട്ട സമൃദ്ധമായ ആത്മീയ ജീവിതത്തെ തിരികെ കിട്ടുവാനിടയായി. നമ്മൾ നോക്കുമ്പോൾ 3.5 വർഷക്കാലത്തെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ അവൻ ഭൂമിയിൽ ഇതാണ് ചെയ്തത്. അവൻ മനുഷ്യന് സമൃദ്ധമായ ജീവിതം കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് വന്നിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ യേശുക്രിസ്തു വന്നത് സമൃദ്ധിയായതും പരിപൂർണമായതുമായ ജീവൻ മനുഷ്യന് കൊടുക്കാനാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തു സംഭവിച്ചു? അവൻ കടന്നു പോകുന്നതിന് മുൻപായിട്ട് അവൻ നടത്തി വന്നതായ ശുശ്രൂഷകളെല്ലാം അവൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഞാൻ സമൃദ്ധമായ ജീവനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വീണ്ടും ബാക്കി ഭാഗങ്ങൾ പറയാനുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്നതായ സമൃദ്ധമായ ജീവൻ എന്താണെന്നാണ് പറയുന്നത്. മാക്സിമം അനുഗ്രഹങ്ങൾ, അതായത് ഭൗതികമായും ആത്മീയമായും മാനസികമായിട്ടും, അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ. നമ്മളങ്ങനെയല്ല പറയുന്നത്. കാരണം യേശുക്രിസ്തുവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു അനുഭവമുള്ള ആളുകളാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം 100% പെർഫെക്റ്റ് ആകുമോ? ഇല്ല. ഭൗതിക ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാകും. എന്നാൽ സമൃദ്ധമായ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലുള്ളതുകൊണ്ട് നമുക്കതിനെ മറികടക്കാൻ കഴിയും. മാനസികമായിട്ട് 100% നമ്മൾ പെർഫെക്റ്റാണോ? അല്ല. എന്നാൽ നമുക്ക് 100% പെർഫെക്റ്റായ മാനസിക സ്ഥിതി നൽകുന്നതായ ഒരു ദൈവമുണ്ട്. അതുപോലെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പെർഫെക്റ്റാണോ? അല്ല. എന്നാൽ നമ്മുടെ യേശു കർത്താവ് നമ്മോട് കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കുറവുകളെല്ലാം നികത്തി ആത്മീയമായി മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നവനാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളതല്ല. അതായത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക, ക്ലോക്ക് വാങ്ങുക, ആഘോഷിക്കുക, അലങ്കാര വസ്തുക്കൾ വാങ്ങുക, നല്ല നല്ല രുചികരമായ ആഹാരങ്ങൾ പാകം വെച്ച് എല്ലാവർക്കും കൊടുക്കുക, അതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ ചിന്തിക്കുക, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ നമുക്കും നമ്മുടെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഒരു പിതാവ് തൻ്റെ മകളുടെ ജന്മദിനം ആഘോഷിക്കുന്നതായ സന്ദർഭം, അദ്ദേഹം തൻ്റെ മകളുടെ ബർത്ത്ഡേയിൽ അനേകം കുട്ടികളെ ക്ഷണിച്ചിരുന്നു. കുട്ടിയെ ടേബിളിൻ്റെ അരികിൽ കൊണ്ടുവന്ന് ഇരുത്തി. ആ ടേബിൾ നിറയെ ഒരുപാട് സമ്മാനങ്ങളുണ്ടായിരുന്നു. അവൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനൊരു പ്രത്യേകമായ സമ്മാനം തരുന്നതാണ്. ഒരാൺകുട്ടി കടന്നു വന്നു. അവളെ വിഷ് ചെയ്തു. യേശു നിനക്ക് നല്ല ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പിതാവ് പറഞ്ഞു, വളരെ നല്ലത്, ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കുക.
അതിനുശേഷം മറ്റൊരു പെൺകുട്ടി കടന്നു വന്നു തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിദ്യാഭ്യാസം കിട്ടാനായി പ്രാർത്ഥിച്ചു. പിതാവ് പറഞ്ഞു, ശരി, ഇവൾക്കൊരു സമ്മാനം കൊടുക്കുക. അങ്ങനെ സമ്മാനം കൊടുത്തു. അങ്ങനെ എല്ലാ കുട്ടികളും കടന്നു വന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചു. എല്ലാവരും സമ്മാനവും കൊടുത്തു. അവിടെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ മേശയിൽ അപ്പോൾ 2 സമ്മാനങ്ങൾ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. എന്നാൽ ഈ ബർത്ത്ഡേ പെൺകുട്ടിയുടെ അരികിലേക്ക് കടന്നു വന്ന് സമ്മാനം കൊടുക്കുവാൻ തക്കവണ്ണം അവൾക്കൊരു ആരോഗ്യസ്ഥിതിയില്ലായിരുന്നു. എന്നാൽ അടുത്ത നിമിഷത്തിൽ തന്നെ ആ പെൺകുട്ടി ധൈര്യത്തോടെ എഴുന്നേറ്റ് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ മകളുടെ അരികിലേക്ക് കടന്നു വന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, മരണം വരെയും ജീവിക്കുക എന്ന്. കൂടി നിന്ന് എല്ലാവരും അത് കേട്ട് ചിരിച്ചു. എന്താണ് അവൾ പറഞ്ഞത്? മരണം വരെയും ജീവിക്കുക എന്ന്. അത് കേട്ട പിതാവ് സന്തോഷത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല ആശംസ. എൻ്റെ മകൾക്ക് കിട്ടിയതായ ഈ ആശംസയാണ്. ഈ ചെറിയ പെൺകുട്ടി കടന്നു വന്ന് എൻ്റെ മകൾക്ക് വേണ്ടി എന്താണ് ആശംസ കൊടുത്തതെന്നറിയാമോ? നിന്റെ മരണം വരെയും നീ ജീവിക്കുക എന്നതാണ്. ആ ജീവിതം സമൃദ്ധിയായി ആസ്വദിക്കുക എന്നതാണ്. മരിക്കുന്നതിന് മുൻപ് മരിക്കരുത്. അനേകരും അതാണ് ചെയ്യുന്നത്. അവർ ഭൗതികമായി മരിക്കുന്നില്ല, എന്നാൽ എല്ലാ ദിവസവും അവർ പല രീതിയിൽ രോഗത്താൽ, ദുഃഖത്താൽ, പ്രശ്നത്താൽ എല്ലാം മാനസികമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയായിരിക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ രോഗവും ദുഃഖവും പ്രശ്നങ്ങളുമൊക്കെ സാധാരണമാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സമൃദ്ധമായൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആ ജീവിതത്തെ ആഘോഷിക്കണം. സമൃദ്ധിയായി ആ ജീവിതം നമ്മൾ അനുഭവിക്കണം. വിലയേറിയതായ ഒരു ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ കാഴ്ചവെക്കണം. അവിടെയാണ് രക്ഷയുടെ പരിപൂർണത. ഈ ഭൂമിയിൽ നമ്മൾ തികഞ്ഞതായ, നല്ലതായ, സമൃദ്ധിയായ ഒരു ജീവിതം അനുഭവിക്കണം. അതാണ്. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഈ സമൃദ്ധമായ ജീവിതം യേശു നമുക്ക് വേണ്ടി നൽകുന്നത്? ഈ കാലത്ത് അനേകം ആളുകളും അവരുടെ പ്രസംഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഉയർച്ചകളെക്കുറിച്ച്, നന്മയെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. അവർ അതിനുവേണ്ടി ഒരുപാട് വചനങ്ങളെടുത്ത് സംസാരിക്കാറുണ്ട്. ഇത് നിങ്ങൾ കൊണ്ടുപോവുക, യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമെന്നൊക്കെ. എന്നാൽ അവർ പറയുന്ന ഈ തെറ്റായ ഉപദേശത്തിൽ കൂടി സമൃദ്ധമായ ഒരു ജീവിതം നമുക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. ഈ സമൃദ്ധമായ ജീവിതം നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് വേദപുസ്തകത്തിൽ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. ഈ സമൃദ്ധമായ ജീവിതം യേശുക്രിസ്തു നിങ്ങൾക്ക് എങ്ങനെ നൽകുമെന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ 10:4 തനിക്ക് ഉള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. യേശു നമുക്കെങ്ങനെയാണ് സമൃദ്ധമായ ജീവിതം നൽകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവയിൽ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? യേശു അവയ്ക്ക് മുമ്പായി നടക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം അവ കേൾക്കുന്നു. ആടുകൾ അവനെ അനുഗമിക്കുന്നു. ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെട്ടതായ എല്ലാവരെയും സംബന്ധിച്ച് അവർ ചെയ്യേണ്ടത് ഇതാണ്. അവർ യേശുവിനെ അനുഗമിച്ചിരിക്കണം. എങ്ങനെ സമൃദ്ധമായ ജീവിതം ലഭിക്കാൻ കഴിയും? എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കാൻ കഴിയും? ഞാൻ സമൃദ്ധിയെക്കുറിച്ച് മാത്രം പറയുന്ന പ്രസംഗമല്ല ഇത്. ഞാൻ പറയുന്നതാണെന്ന് വെച്ചാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് നമുക്ക് നൽകുമെന്ന് അരുളി ചെയ്തതായ സമൃദ്ധമായ ആ ജീവന് ആസ്പദമായിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ യഥാർത്ഥമായിട്ടും അവനെ അനുഗമിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുമ്പോൾ, ആ ഇടയനിലേക്ക് നമ്മൾ തിരിയുമ്പോൾ. ആടുകൾ ഇടയൻ്റെ പിന്നാലെ പോകുന്നു, അതുപോലെ ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ടവർ ഇടയനെ പിന്തുടരുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ശബ്ദം കർത്താവ് നൽകിയിട്ടുണ്ട്. അതാണ് അവൻ്റെ വചനം, അതാണ് അവൻ്റെ കൽപ്പനകൾ. അത് നമ്മൾ കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:33 പറയുന്നു, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. സമൃദ്ധമായ ജീവിതം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുക. ബൈബിളിലെ വാക്യങ്ങൾ നിങ്ങൾ അനുസരിക്കുക.
വചനത്തിൽ പറയുന്നതായ സകല കൽപ്പനകളിലും സമൃദ്ധിയും അനുഗ്രഹവും വിടുതലും നിറഞ്ഞിരിക്കുന്നു. 2 തരത്തിലുള്ള കൽപ്പനകളുണ്ട്. പാപത്തിനോട് എതിരിട്ട് നിൽക്കുന്നതിന് വേണ്ടിയുള്ള കൽപ്പനകൾ. എത്രത്തോളം പാപത്തെ വിട്ടൊഴിയുന്നുവോ അത്രത്തോളം സമൃദ്ധി നമുക്ക് ഉണ്ടാകും. ഈ സമൃദ്ധി അനുഭവിക്കണമെങ്കിൽ ബൈബിളിൽ പറയുന്നത് പോലെ നമ്മൾ പാപം ചെയ്യുവാൻ പാടില്ല. പാപം എന്നത് ജീവിതത്തെ തകർക്കുന്നതാണ്. അത് സമൃദ്ധിയെ നശിപ്പിക്കുന്നു. 2ാമത്തെ കാര്യം ഇതാണ്. നമ്മോട് യേശു കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ, ചിലത് ചെയ്യുവാനായിട്ട്. ഇത് നമുക്ക് 4 സുവിശേഷങ്ങളിലും അതുപോലെ ബൈബിളിലെ മറ്റു ഭാഗങ്ങളിലും കാണുവാനായിട്ട് കഴിയുന്നതാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ഈ കൽപ്പനകളെല്ലാം തന്നെ നമ്മൾ അനുസരിക്കേണ്ടവയാണ്. നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതെല്ലാം നമ്മൾ അനുസരിക്കുവാനായി ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളാണ്. ഈ തരത്തിലുള്ളതായ കൽപ്പനകൾ, അതായത് 1 പാപത്തെ എതിർക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ, അതുപോലെ നമ്മൾ കർത്താവിനായി ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്നതായ കൽപ്പനകൾ. ഇവ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും വെളിപ്പെടുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ നല്ല ജീവിതമുണ്ടാവുകയാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തുടക്കമിടുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ക്രിസ്മസിൻ്റെ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ദിനംതോറും നമ്മൾ ശീലിക്കേണ്ടതായ കാര്യമാണ്. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാം. അവൻ്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാം. ഇത് നമ്മുടെ സ്വയം ശക്തി കൊണ്ട് കഴിയത്തില്ല. പുനരുദ്ധാന ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടുമേ ഇത് കഴിയുകയുള്ളൂ. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, കർത്താവിൻ്റെ ഈ കൽപ്പനകൾ എല്ലാം തന്നെ അനുസരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ കൂടി അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഇടയാകും. സുഹൃത്തുക്കളെ, എൻ്റെ ഈ സന്ദേശം നിങ്ങൾ തുടർച്ചയായി കേൾക്കേണ്ടതാണ്. അടുത്ത ആഴ്ച നമുക്ക് ബാക്കിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. ഈ ക്രിസ്തുമസിൻ്റെ കാലയളവിൽ നമുക്കെല്ലാവർക്കും സമൃദ്ധമായ ഒരു ജീവിതം അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ, കർത്താവേ, വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്മസ് ദിനം കൂടി കടന്നു വരാൻ പോവുകയാണ്. കർത്താവേ, ഈ ആഘോഷവേളയിൽ യേശുക്രിസ്തുവിൻ്റെ ആ ജീവനെ, സമൃദ്ധമായ ജീവനെ എല്ലാവരും നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നീ സംസാരിച്ചുവല്ലോ. കർത്താവേ, ക്രിസ്മസ് വേളയിൽ ക്രിസ്തുവിൻ്റെ ജീവനെ സമൃദ്ധിയായി അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. കർത്താവേ, ഞങ്ങളുടെ സഭകളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും എല്ലാം നീ സഹായിക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു രൂപാന്തരത്തിൻ്റെ അനുഭവം നീ കൊടുക്കണമേ. ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ചീത്തക്കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാനും അല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും അവൻ്റെ ശക്തിയാലും യഥാർത്ഥമായ കർത്താവിൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. കർത്താവെ, തന്മൂലം സമൃദ്ധമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ, ആഴമായി അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. കർത്താവെ, സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശ്രേഷ്ഠമായ ടെലിവിഷൻ മിനിസ്ട്രിയുടെ ഭാഗമായി തീരുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാനിപ്പോൾ പ്രധാനമായും 4 വ്യത്യസ്തമായ ഭാഷകളിലാണ് ഈ ജീവനുള്ളതായ സുവിശേഷം ടെലിവിഷനിൽ കൂടി അറിയിക്കുന്നത്. ഹിന്ദി, മലയാളം, തെലുഗു ആൻഡ് ഇംഗ്ലീഷ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പണച്ചിലവ് ഉണ്ട്. ഇതിൽ കൂടി അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. അനേകം ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുന്നു. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സംഭാവനകൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ണറാകാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ സംഭാവനകൾ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതായ ഈ
ഫോൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് ഈ നമ്പറിൽ കൂടിയും നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയതായ സൗകര്യങ്ങളിൽ കൂടി പണം അയക്കാൻ കഴിയും. അതുപോലെ മണി ഓർഡറിൽ കൂടിയും അയക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെക്ക് വഴി അയക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന അഡ്രസ്സ് രേഖപ്പെടുത്തി വയ്ക്കുക. അതുപോലെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആ നമ്പറിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. തീർച്ചയായും നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇപ്പോൾ നമുക്ക് ആശീർവാദത്തിനായി തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.